ഹലോ ഗായ്സ്, എല്ലാവരും എന്തൊക്കെ പറയുന്നു? സുഖമാണോ? അപ്പോൾ അതേ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ദിവസം സറാണ്ടയിലുണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കാൻ ഇറങ്ങിയാണ്. നമ്മളിന്ന് ജസ്റ്റ് കുറച്ച് നേരം ബീച്ചിലേക്ക് ഒന്ന് ഇരുന്ന് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അടുത്ത പരിപാടികൾ പ്ലാൻ ചെയ്യണം ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ ചെറിയൊരു ചില്ലിങ് നമ്മുടെ ബീച്ച്, നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെ നല്ലൊരു ബീച്ചായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്ത് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി സാമിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു ബീച്ച് ആണ് സാമിലിലെ പോട എക്സാക്ട്ലി പോട എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിയാണ് അല്ലേ. ഞങ്ങളുടെ ഇന്നത്തെ ലുക്കൊക്കെ എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പോൾ നമ്മൾ സാമിലിൽ പോയി ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുമ്മാ കുറച്ച് നേരം ചില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൂ ഐ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ അങ്ങോട്ട് പോകണം. ഞാൻ ബീച്ച് കാണിച്ചു തരാം ഗൈസ്. ഇവിടുന്ന് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. നല്ല രസമാണ് കാണാൻ. നല്ല വേറെ വൈബുള്ള സ്ഥലം അല്ലേ? കൊള്ളാം ഗൈസ്. ഇത് സാമിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിലെ പോട ബീച്ചിൽ നമ്മൾ വന്നിരിക്കുന്നത്. സറാണ്ടയിൽ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നതിന്. ഇവിടെ എന്താ പറയുക, ബീച്ച് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം അത്ര ഓണായ സ്ഥലമല്ല. മോർണിംഗ് ടൈമാണ് ഇവിടെ ആളുകൾ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നൊരു നൈസ് പ്ലേസാണ്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലമല്ല. ഇപ്പോൾ എല്ലാ സ്ഥലവും അടിപൊളിയാണ്. യു കെയിലുള്ളവർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. ഇത് നമ്മൾ നാട്ടിൽ പോണ ടിക്കറ്റിൻ്റെ കാശ് മതി ഇവിടെ വന്ന് അടിച്ച് വിളിച്ചിട്ട് പോകാം. ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഗോവയിൽ പോകാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാവും. അടിപൊളിയാണ്. ഗോവയിലെ പോലെ എല്ലാ വൈബും. പാർട്ടിക്ക് പാർട്ടി, ക്ലബിന് ക്ലബ്ബ്, ബീച്ചിന് ബീച്ച്. കുറച്ചും കൂടെ പോസ്റ്റ് ലുക്ക് നമുക്ക് ലൈഫും എൻജോയ് ചെയ്യാം. ചീപ്പാണ്, വലിയ പൈസ ഒന്നുമില്ല. കാരണം നമ്മൾ നാട്ടിലോട്ട് ടിക്കറ്റ് എടുത്ത് ഒരാൾ പോകുന്നതിന് 100-600 പൗണ്ട് വെച്ച് വരുമ്പോൾ ഇവിടെ നമുക്ക് നിസ്സാര പൈസയ്ക്ക് വന്ന് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാം. പിന്നെ മെയിലൊക്കെ ഇപ്പം നമ്മൾ വന്ന സമയം സീസൺ സ്റ്റാർട്ടിങ്ങാണ് അല്ലേ? അടിപൊളി ലൊക്കേഷനാണ്. ഭയങ്കര കാമൻ ഗൈസ്. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതിവിടുത്തെ നൈസാണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാത്തര മത്സ്യവിഭവങ്ങളുണ്ട്. ഒരു സീ ഫുഡിൻ്റെ ഒരു പ്ലാറ്റർ വിത്ത് റൈസാണ് അത് കൊണ്ട് തന്നേക്കണം. അടിപൊളി സാധനമാണ്. കഴിക്കാൻ ചിപ്പാണ്, പക്ഷേ അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്താണ് പറയുക, നൈസ് ഫുഡാണ്. കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ ഇവിടുത്തെ ഫുഡ്. അല്ല അങ്ങനെയല്ല, ബീച്ച് വൈബും വരുമ്പോൾ പിന്നെ അവിടെ ചീപ്പ് ഫുഡുണ്ട്. നമ്മളവിടെ നല്ല ഫുഡ് അവിടെ ചോദിച്ചെടുത്തതിൻ്റെ ആയിരിക്കാം. നമ്മൾ ഇവിടെ നിന്ന് തിരികുകയാണ്. നൈസ് പ്ലേസ് ആണ് സാമിൽ. കശ്മീരിൽ നിന്ന് സാമിൽ നിന്നും വിളിക്കുക. ഹാൻഡ്സ് ഓഫ് സാമിൽ. യെസ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം. വെതർ മാറി പെട്ടെന്ന്. അവിടെ ഒരു ഹാൻഡ് കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ക്യൂ, ആൾക്കാർ വൻ ക്യൂ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നില്ല. നമ്മൾ പോകാമെന്ന് നോക്കി. നമുക്ക് അടുത്ത ലൊക്കേഷൻ ബോയ് കാണാൻ പോവാം. ഗൈസ്, ഞങ്ങൾ ബ്ലൂ ഐ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇത് പോകുന്ന വഴിയാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ സാമ്പിൾ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 45 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ബ്ലൂ ഐയിലേക്ക്. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ് അല്ലേ തോമു? അതായിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് വൈകുന്നേരം ഞങ്ങള് പിന്നെ സറാണ്ട സിറ്റി എക്സ്പ്ലോറിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. നമ്മുടെ സാമിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ അൽബേനിയയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ബ്ലൂ ഐയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നൈസ് ഏരിയ ആണ്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ആൾക്കാരുള്ള, അതായത് അൽബേനിയ എന്ന് പറയുമ്പോൾ തന്നെ കാണുന്നൊരു മെയിൻ ഒരു ലൊക്കേഷനാണിത്. യെസ്, ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാറുണ്ട്. ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട് ബ്ലൂ ഐയിലോട്ട്. നേരത്തെ
അതിൻ്റെ അടുത്തൊരു വണ്ടി പോകുമായിരുന്നു. ഇപ്പോൾ ഇവരിതൊരു ബിസിനസ് ആക്കിയിട്ടൊക്കെയാണ് എനിക്ക് തോന്നണേ. വണ്ടിയുടെ പാർക്ക് ചെയ്യണം എന്നിട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ. നേരത്തെ കുറേ വീഡിയോ കണ്ടതിന് അടുത്ത് വണ്ടിയായിട്ടൊക്കെ പോകാമായിരുന്നു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു വളരെ വിജനമായ ഒരു വില്ലേജ്, അതിൻ്റെ അകത്ത് അവിടെയാണ് സ്ഥലം. വില്ലേജ് അല്ലല്ലേ, ഒരു ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മലയുടെ ഒരു താഴ്വാരം. പക്ഷെ അടിപൊളി നല്ല രസമാണ്. ബ്ലൂ ഐ കാണാൻ വേണ്ടി ബ്ലൂ ഡ്രസ്സിൽ റിയാബിയും റിയാബിയുടെ ഡ്രസ്സ് വരെ മാറി. കുറേ കോസ്റ്റ്യൂം ഉണ്ട്, അതൊക്കെ എവിടെയെങ്കിലും ഇടണമെന്ന് പറഞ്ഞ്. അത്യാവശ്യം നടക്കാനുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇവിടുത്തെ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടും. അവിടെ പോവാ തിരിച്ച് വരാം. ഇത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. അതെ, അതെ. 2.0 ഫോളോ ചെയ്യാത്തവർ ഉടനെ ഫോളോ ചെയ്യുക. നമ്മളിവിടെ റെസ്റ്റോറൻറ്റ് ഇതുണ്ട്. അപ്പോൾ 30 മീറ്ററാണ് ബ്ലൂ ഐയിലോട്ട് കാണുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ബ്ലൂ ഐ നാച്ചുറൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെയാണ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോയി നമുക്കവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നോക്കിയാലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കവിടെ പോയിട്ട് പറയാം. വ്യൂ പോയിൻ്റ് കണ്ടു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ കണ്ടത് നിങ്ങളെ കാണിക്കാം. ഇതാണ് ഗൈസ് ബ്ലൂ ഐ. കണ്ണുപോലെ ബ്ലൂ കളർ നല്ല രസമാണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഉണ്ടെന്നാണല്ലേ. എന്തോ ഒരു ഇതുണ്ട് ഗൈസ്, എന്തോ ഒരു ഇതുണ്ട്. ഇല്ല ഞാൻ പറയുന്നില്ല. ഗൈസ് അവിടെ വെള്ളത്തിൽ ചാടാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽസ് ആണെന്ന് അറിയത്തില്ല. ഇഷ്ടംപോലെ ആളുകളുണ്ട്, വരുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല സുവനിയർ ഷോപ്പുകളുണ്ട്. നമ്മളത്രയും വരുന്നതല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കാം. കപ്പ്, പോയിന്നിറങ്ങി. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്കത്ര ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങോട്ടുള്ള നടത്തവും ബാക്കിയുള്ള വഴികളും ഇതുകൊണ്ട് ഈ പാലവും ഇതൊക്കെ രസമാണ് കാണാൻ. നമ്മൾ ബ്ലൂ ഐ എന്ന് പറഞ്ഞ് കാണാൻ പോയ സ്ഥലം ഓക്കെ കാണുന്നത്. ഇവിടെ താമസിക്കാനുള്ള 2 കോട്ടേജൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങോട്ടുള്ളവർക്ക് വണ്ടി ആക്സസ് ഉണ്ട്, പക്ഷേ അല്ലാതെ പബ്ലിക്കിനിപ്പോൾ വണ്ടി ആക്സസ് ഇല്ല. സോഫാർ അത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെയാണ്. പക്ഷേ നമ്മൾ ബ്ലൂ ഐ കണ്ടിറങ്ങി. അത് തിരിച്ച് വണ്ടിയിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ഒന്നും തന്നെ ഇല്ല. നമ്മൾ തിരിച്ച് നമ്മുടെ സറാണ്ടെ പോകുന്നു, അവിടെ ചില്ല് ചെയ്യുന്നു. അപ്പോൾ സറാണ്ടെ സിറ്റി സെൻറ്ററും ആ ഒരു ബീച്ചിൻ്റെ വൈബ് ഞാൻ കാണിക്കാം. അത് എൻ്റെ വീഡിയോ എൻ്റെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. നീരിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം കേട്ടോ. അറിയാമത് വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ലൈറ്റ് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സറാണ്ട ഓണായി, ഇന്ന് ഫ്രൈഡേയും കൂടെ ഉണ്ട്. അപ്പോൾ സറാണ്ടയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ നടക്കുന്ന വഴി നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ കഴിക്കുകയാണ്. ഇവിടെ നല്ല റിവ്യൂ ഉള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇത് സിറ്റി സെൻ്ററിലോട്ട് പോകും. സിറ്റി സെൻ്ററിൻ്റെ അടുത്ത് തന്നെയാണിത്. നമ്മളത് ഇച്ചിരി ഡ്രിങ്കൊക്കെ മേടിച്ച് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. സീ ഫുഡിൻ്റെ മിക്സ്ഡ് പ്ലാറ്ററാണ് മേടിച്ചത്. അങ്ങനെ പിന്നെ ഒരു പോർക്ക് ചോപ്സ് ഇവിടുത്തെ ഗൈസാണ് നമ്മൾ ഓർഡർ ചെയ്ത പോർക്ക് ചോപ്സ്.
എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ പോർക്കിംഗ് എല്ലാം നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഇവിടുന്ന് നമ്മുടെ സിറ്റി സെൻ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ കഴിച്ച് നമ്മളിത് ഇങ്ങനെ നടന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ബീച്ച് വൈബാണ് സ്ഥലം. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തെരുവോരങ്ങളിൽ കൂടെ നടക്കുന്നു. നല്ല വൃത്തിയുള്ള തെരുവോര അല്ലേ, സ്ട്രീറ്റ് തിരുവാരം. തിരുവാരത്തിൻ്റെ ഇംഗ്ലീഷ് ആണല്ലോ സ്ട്രീറ്റ് അല്ലേ. നമ്മളിങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗോവയുടെ ഒക്കെ ഒരു കുറച്ചും കൂടെ ഒരു ബിഗർ, കുറച്ചും കൂടെ ഒരു പ്രോ വേർഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യണേ. കാരണം ഗോവരെ പോലെ തന്നെ ഷാക്കും ബീച്ച് സൈഡും എല്ലാം ഉണ്ട്. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് താഴത്തോട്ട് മെയിൻ ഏരിയയിലോട്ട് നടക്കുകയാണ്. സ്റ്റെപ്പ് നമ്മളവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നു. വന്നപ്പോൾ ഇങ്ങനെ ഫുള്ള് ഒരു വാക്ക് വേ ബീച്ച് സൈഡിൽ കൂടെ ഒരു 1.25 കിലോമീറ്ററോളം ക്ലീനായിട്ടൊരു വാക്ക് വേ ഉണ്ട്. അതിന് സൈഡിൽ ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ, പബ്ബുകൾ, ബാറുകൾ എല്ലാം ഉണ്ട്. അടിപൊളി ബീച്ചാണ്, നല്ല ക്ലിയർ വാട്ടറാണ്. നമ്മുടെ ഇതിൻ്റെ മുമ്പിലുള്ള വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ, അതൊക്കെ അറിയാമേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. വൈകിട്ടായപ്പോൾ ഇവിടെ ഫുൾ ഓണായി. ആക്ച്വലി സീസണായി വരുന്നുള്ളൂ. ഇവിടെ സീസണായി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ആളാന്ന് പറഞ്ഞത്. മെയ് ഒരു പകുതി കഴിയുമ്പോഴാണ് സീസണാണ്. നമ്മൾ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ അല്ലേ, നമ്മളിപ്പോൾ മെയ് പകുതിക്കാണ്. മെയ് ലാസ്റ്റിനോടുകൂടി ഇവിടെ സീസൺ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫുള്ളി ക്രൗഡഡ് ആയിരിക്കും ഇവിടെ സ്ഥലം. അതിമനോഹരമായ, അതായത് നമുക്ക് വന്ന് നമുക്ക് നോക്കുമ്പോൾ ചീപ്പായൊരു കൺട്രി, അടിച്ചു പൊളിക്കാൻ പറ്റിയ കൺട്രി. അത് UK നിന്നും യൂറോപ്പിൻ്റെ എവിടെ നിന്ന് വന്നാലും അവർക്ക് നഷ്ടമില്ലത്. അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഫുൾ മ്യൂസിക്, ക്രൗഡ് അല്ലേ, വൈബായി. കാണുന്ന ബോട്ടിൽ ഞങ്ങൾ ഇന്നലെ കയറിയായിരുന്നു. ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ വൈകുന്നേരം ഇവിടെ ഓണാണ്. 20 യൂറോയാണ് ഒരാൾക്ക്. 10 യൂറോയാണ് ഒരാൾക്ക്. നൈസ് പാർട്ടി വൈബുള്ള ബോട്ടാണ്. നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് അടിപൊളിയാണ്. 1 മണിക്കൂർ ബോട്ടിൽ യാത്ര ചെയ്യാം. ഇങ്ങനെ ഒരു ക്ലബ്ബ്, ഒരു മിനി ക്ലബ്ബ് മൂടല്ലേ. ഇപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അൽബേനിയ, സറാണ്ട. എല്ലാവരും വരിക. 3 ദിവസം വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇപ്രാവശ്യം അധികം വീഡിയോസ് വന്നിട്ടില്ല. നമ്മൾ സ്ഥലങ്ങൾ കാണുന്നതിന് കൂടുതൽ നമ്മൾ കുറച്ച് പേഴ്സണൽ ടൈം എൻജോയ്മെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കുറഞ്ഞു പോയത്. എങ്കിലും ഉള്ള വീഡിയോ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സറാണ്ട വരിക, അൽബേനിയ വരിക. ബൈ ബൈ.